അതുപോലെ കണ്ണൂരിൽ നിന്ന് സ്ഫോടനങ്ങൾ ഉണ്ടാവുക, സ്ഫോടനങ്ങളിൽ ആളുകൾ കൊല്ലപ്പെടുക, ബോംബ് ഉണ്ടാക്കുന്നതിനിടയ്ക്ക് അത് പൊട്ടി പരിക്കേൽക്കുക, കൈകാലുകൾ നഷ്ടപ്പെടുക എന്നൊക്കെ നമ്മൾ ഒരുപാട് തവണ കണ്ണൂരിൽ നിന്ന് കേട്ടിട്ടുള്ള കഥകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കണ്ണൂരിലൊരു സ്ഫോടനം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ പിന്നിലെ എന്താണ് ഇത്തരം ക്രിമിനൽ സാധ്യതകളെക്കുറിച്ച് സ്വാഭാവികമായിട്ടും അന്വേഷണം ഉണ്ടാവേണ്ടതുമാണ്. ഇതിൽ ഇതുവരെ മനസ്സിലാവുന്നൊരു കാര്യം, ഇത് ബോംബായിരുന്നില്ല, സ്ഫോടക വസ്തുക്കളെന്ന് പറയുന്ന പടക്കങ്ങളും വലിയ ഗുണ്ടുകളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന, ഇപ്പോൾ ഈ ഉത്സവങ്ങൾക്കൊക്കെ പൊട്ടിക്കുമല്ലോ, ആ നിലയ്ക്കുള്ള വലിയ ഈ കരിമരുന്ന് കലാപ്രകടനത്തിനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന വലിയ സംഗതികൾ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന് സൂക്ഷിച്ച സംഗതി പൊട്ടുകയും ആൾ മരിക്കുകയും ചെയ്തതാണ് ഇതുവരെയുള്ള ഇൻഫർമേഷൻ. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള സാധ്യതകൾ സ്വാഭാവികമായിട്ടും അന്വേഷിക്കുകയും ചെയ്യേണ്ട ഒന്നാണ്. കാരണം ഇപ്പം ഞാൻ കണ്ണൂരിലെ റിപ്പോർട്ടറോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ ഉത്തരമലബാറിലും ഈ ഉത്സവങ്ങൾ അതിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ വെടിമരുന്ന് കൊണ്ടുവന്ന് സൂക്ഷിച്ച് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. വിപണിയെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ പിന്നെ എന്താ അടിസ്ഥാനത്തിലാണ് ഇത്രയും മാരക സ്വഭാവമുള്ള സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നത്? അത് ഈ രാത്രിയിൽ എന്ത് പ്രയോഗിക്കുമ്പോഴാണ് പൊട്ടിത്തെറിച്ചത്? എന്തായിരുന്നു അതിന് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്? ആളിങ്ങനെ കൊല്ലപ്പെടാൻ തക്കവണ്ണം എന്തെങ്കിലും തരത്തിലുള്ള സംഗതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ബോംബ് കിട്ടുകയോ ഒക്കെ വേണം പറയാമല്ലോ. ബോംബെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ RDX പോലത്തെ ബോംബല്ല. അവിടുത്തെ ബോംബെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ പറയുന്ന കൈമരുന്ന് കലാപ്രകടനത്തിന് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഗുണ്ടുണ്ടാക്കാൻ ഉപയോഗിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള സംഗതികൾ കൊണ്ടാണ് അവിടെയും ബോംബ് ഉണ്ടാക്കുന്നത്. ബോംബ് ഒന്ന് ആളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ബോംബുണ്ട്, പിന്നെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ബോംബുണ്ട്. അവിടുത്തെ കൊലപാതകങ്ങളുടെ ചരിത്രം അറിയാലോ. ആദ്യം ബോംബ് പറഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക, പിന്നെ ആളെ വെട്ടിക്കൊല്ലുകയുള്ള പരിപാടികളാണ് പണ്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് എന്തായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്, അവിടെ എന്തായിരുന്നു ആ മുറിക്കകത്ത് അല്ലെങ്കിൽ ആ വീട്ടിനകത്ത് സംഭവിച്ചെന്ന കാര്യത്തിൽ പോലീസാണ് വ്യക്തത വരുത്തേണ്ടത്. ഇപ്പോൾ ഈ പറയുന്ന ഈ കേസിൽ പ്രതിസ്ഥാനത്ത് പോലീസ് കൊണ്ടുവന്നിരിക്കുന്ന ആൾ, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഈ സ്ഫോടന കേസ് ഉണ്ടായിരുന്നു. സ്ഫോടനം വെച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനമൊന്നുമല്ല, ഇതുപോലെ വെടിമരുന്നും അല്ലെങ്കിൽ ഈ സ്ഫോടക വസ്തുക്കളും സൂക്ഷിക്കുക, അത് പൊട്ടിത്തെറിക്കുക പോലുള്ള പ്രശ്നം നേരത്തെയും ഉണ്ടായിരുന്നു. അതിന്മേൽ കേസുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ, പോലീസിൻ്റെ നിരീക്ഷണത്തിലുള്ള ഒരാൾ, പോലീസിൻ്റെ ലിസ്റ്റിലുള്ള ഒരാൾ, പോലീസിൻ്റെ ബുക്കിനകത്തുള്ള ഒരാൾ വീണ്ടും ഇത് സൂക്ഷിച്ചു വയ്ക്കുക, പിന്നെയും സ്ഫോടനം ഉണ്ടാവുക എന്ന് പറയുന്നത് ആരുടെ ജാഗ്രത കുറവാണ് എന്ന പ്രശ്നം അവിടെയുണ്ട്. നമ്മളെ സംബന്ധിച്ച് കേരളം പോലെ ഒരു സ്ഥലത്ത്, നമ്മൾ പറയുന്ന സമാധാന ജീവിതം നയിക്കുന്ന ഒരു സ്ഥലത്ത് സ്ഫോടനം എന്ന് കേട്ടാൽ നമുക്ക് ഭയങ്കര ഞെട്ടലാണ്. ആ ആൾ കൊല്ലപ്പെടാമെന്ന് കേൾക്കുന്നതിന് വലിയ വാർത്തയാണ്. അപ്പോൾ അതുകൊണ്ട് പോലീസാണ് അതിനകത്ത് ഉത്തരം പറയേണ്ടത്. ഈ സ്ഫോടക വസ്തുക്കൾ ലൈസൻസ് ഇല്ലാതെ എത്രയോ തരത്തിലുള്ള തരത്തിലുള്ള അശ്രദ്ധമായ പ്രവർത്തനങ്ങളുടെ പേരിൽ ഉത്സവങ്ങളിലൊക്കെ വലിയ തോതിൽ സ്ഫോടനം ഉണ്ടാവുകയും ആൾ കൊല്ലപ്പെടുകയും ചെയ്ത് നമ്മൾ കണ്ടു. അതിനുശേഷവും ഇതൊക്കെ ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്, എവിടെയൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു, ആരൊക്കെയാണ് ഇതിൻ്റെ ഉത്തരവാദികൾ എന്ന കാര്യം കണ്ടെത്തുക, തടയുക പോലുള്ള കാര്യങ്ങൾക്കകത്ത് എന്തുമാത്രം ഇടപെടാൻ പറ്റി. ഓൾറെഡി ഒരു കേസുമായി ബന്ധപ്പെട്ട് പശ്ചാത്തലമുള്ള ആൾക്ക് വീണ്ടും അതുകൊണ്ട് സൂക്ഷിച്ച് വയ്ക്കാനും ഇതൊക്കെ ഉണ്ടാക്കാനും പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായെന്നുള്ളത് പോലീസാണ് വ്യക്തത വരുത്തേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ബോംബിൻ്റെ കാര്യത്തിൽ കണ്ണൂരിൻ്റെ ഒരു ചരിത്രവും കൂടി മുൻനിർത്തിക്കൊണ്ടും അതിൻ്റെ വർത്തമാനം മുൻനിർത്തിക്കൊണ്ടും അതിൻ്റെ എല്ലാ സാധ്യതകളും പരിശോധിക്കേണ്ടതാണ്. പക്ഷേ പൊതുവെ വയലൻസിന് അവിടെ കുറവ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് RSSും CPM തമ്മിൽ നമ്മളിനി അങ്ങനെ ഒരു പരിധി കവിഞ്ഞ വയലൻസിലേക്ക് പോവേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്ത് സമാധാനപരമായിട്ടാണ് പോകുന്നത്. കോൺഗ്രസ്സുകാരും അങ്ങനെ സംഘർഷം ഉണ്ടാക്കുന്നതായി നമ്മൾ കാണുന്നില്ല. അപ്പോൾ കണ്ണൂർ പഴയ ഒരു സംഘർഷത്തിൻ്റെ ഒരു ജില്ലയൊന്നുമല്ല. പണ്ട് കണ്ണൂരിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ 90s 2000 ആദ്യഘട്ടത്തിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ബഹളമയമായ ജില്ലയായിരുന്നെങ്കിൽ ഇപ്പോൾ അത്തരം പ്രശ്നങ്ങളൊന്നും അവിടെയില്ല. അപ്പോൾ സമാധാനത്തിൻ്റെ നാളുകളിലൂടെ കടന്നു പോകുന്നുവെന്ന് എല്ലാവരും അവകാശപ്പെടുന്ന ഒരു കാലത്തും ബോംബുണ്ടാക്കുന്നുണ്ടോ? അതിനുശേഷവും ബോംബുണ്ടാക്കുന്നതിന് പേരിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ബോംബ് പൊട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പാലക്കാട് ഒരു സ്കൂളിൽ, RSSന് നിയന്ത്രണമുള്ള സ്കൂളിൽ ബോംബ് സൂക്ഷിച്ച് വെച്ചിട്ട് അത് പൊട്ടിത്തെറിച്ച് ഒരു കുട്ടിക്ക് പരിക്കേൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പോലീസ് അതിന്മേലൊരു FIR ഇട്ട് അന്വേഷണമൊക്കെ നടത്തുന്നു. ദിവസങ്ങൾ കുറേയായി. CPIMൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെ ഇത് മൊത്തം ദുരൂഹമായ ഉദ്ദേശങ്ങളോടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബോംബാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചതിന് ശേഷവും ഇപ്പോഴും അതിനകത്ത് ആരെങ്കിലും പിടിക്കാനോ പ്രധാനികളെ ആരെങ്കിലും ചോദ്യം ചെയ്യാനോ അതിന് മുന്നിലുള്ള ദുരൂഹമായ ഉദ്ദേശങ്ങളെ പുറത്തു കൊണ്ടുവരാനൊന്നും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നോട് കാണുക. അപ്പോൾ അതുകൊണ്ട് ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷനകത്ത്, പോലീസിൻ്റെ മുൻകരുതലിനകത്ത്, പോലീസിൻ്റെ ജാഗ്രതയ്ക്കകത്ത് വീഴ്ച വരുന്നുണ്ടോ എന്നത് പരിശോധിക്കാനുള്ള ഒരു സന്ദർഭം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോഴും ജഡ്ജ്മെൻറ്റിലാവുന്നില്ല, അതൊരു ബോംബ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ആളെ കൊല്ലാൻ എന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ സാധ്യതയും കൂടി കാണുകയും അതിലൊരു പെർഫെക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.